ഗൗതം, BJP സൂക്ഷിക്കണ്ടേ ബംഗാളിൽ? കാര്യം പണ്ട് വേഷം മാറി TMCയിലെത്തിയവർ പലരും ഇപ്പോൾ അടുത്ത അവസരത്തിനായി കാത്തു നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ഡയമണ്ട് ഹാർബറിൽ അടക്കമാണെങ്കിൽ പല മുനിസിപ്പാലിറ്റികളും മുനിസിപ്പൽ കോർപ്പറേഷനുകളും പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ കൂട്ടരാജിയോ നിശ്ചലമായോ ഒരു അവസ്ഥയുണ്ട്. ആ ഒരു ചേക്കേറൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലോങ് ടേമിൽ BJPക്ക് പോലും ദോഷമാവില്ലേ, ഇങ്ങനെയുള്ളവരോട് കടന്നുവരവ് ഉണ്ടായിക്കഴിഞ്ഞാൽ? എനിക്ക് തോന്നുന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ BJPയുടെ ഒരു സംഘടനാ സംവിധാനം വളരെ ശക്തമായതുകൊണ്ട്, പ്രത്യേകിച്ച് RSS പോലുള്ള സംഘടനയൊക്കെ അത് ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ BJPക്ക് ഇത്തരം കാര്യങ്ങളെ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കും. അതായത് ഇപ്പം മറ്റു പാർട്ടികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ തന്നെ BJPയിൽ വന്നാൽ അവർ പിന്നീട് മര്യാദരാമന്മാരായിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ എല്ലാ സ്റ്റേറ്റിലും കാണുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു TMCയുടെ ഏതാണ്ടൊരു രാഷ്ട്രീയം അല്ലെങ്കിൽ മമതയുടെ രാഷ്ട്രീയ ഫ്യൂച്ചറൊക്കെ ഏതാണ്ട് അവസാനിക്കുക. അതിപ്പോൾ മാത്രമല്ല, അതായത് അനുവേട്ടൻ നേരത്തെ സൂചിപ്പിച്ച ഈ മമത ഡൽഹിയിലേക്ക് വഴിവെട്ടാൻ വേണ്ടിയുള്ളൊരു ശ്രമമൊക്കെ ഇതിന് മുൻപേ നടത്തിയതാണ്. മമതയ്ക്ക് അത്യാവശ്യം ഒരു ഇമേജ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ, അതായത് ഇപ്പോൾ നരേന്ദ്രമോദിജി ഗുജറാത്തിൽ നിന്നും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആയതുപോലെയൊക്കെ പശ്ചിമ ബംഗാളിൽ നിന്നും റൈസീന ഹിൽസ് കടക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമൊക്കെ മമത നടത്തി. പക്ഷേ അത് നേരത്തെ തന്നെ പരാജയപ്പെട്ടിരുന്നു. നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, ഇത് 2023 അവസാനമായിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നാഷണൽ പാർട്ടി സ്റ്റാറ്റസ് പുനഃസംഘടിപ്പിക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ TMC ശരിക്കും നാഷണൽ പാർട്ടി ആയിരുന്ന TMC പിന്നീട് സ്റ്റേറ്റ് പാർട്ടിയായിട്ട് ചുരുങ്ങി. അതിൻ്റെ കാരണം ഈ മമതാ ബാനർജി മണിപ്പൂരിലും അതോടൊപ്പം തന്നെ ഗോവയും അടങ്ങുന്ന പല സ്റ്റേറ്റുകളിലും TMC മത്സരിച്ചിരുന്നു. അവരുടെ ഒരു പ്രതീക്ഷ എന്നത് ബംഗാളിന് സമാനമായ രീതിയിലുള്ളൊരു മുന്നേറ്റം പല സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്ന, പക്ഷേ അവിടുന്ന് ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ദേശീയ പാർട്ടിയായിരുന്ന തൃണമൂൽ കോൺഗ്രസ് 2023 തന്നെ ഒരു സ്റ്റേറ്റ് പാർട്ടിയായിട്ട് ചുരുങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ മമതയ്ക്ക് ബംഗാളിൽ അടിതെറ്റി തുടങ്ങിയിരുന്നു. 21 നിയമസഭയിൽ അവർ വിജയിച്ചുവെങ്കിൽ പോലും സ്വന്തം തട്ടകത്തിൽ മമത തോറ്റു. മാത്രമല്ല 3 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന BJP 75 സീറ്റുകൾ നേടി അവിടെ ഒരു വലിയ വരവ് അറിയിച്ചു. അതായത് 2026 ആകുമ്പോൾ ബംഗാളിൽ TMC ഇല്ലാണ്ടാകും എന്ന കൃത്യമായ സന്ദേശം 2021 തന്നെ BJP നൽകിയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ഏതാണ്ട് കഴിഞ്ഞു. ഇത് TMCയുടെ മാത്രം അവസ്ഥയല്ല. അതായത് 2014 ശേഷം ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ മാറിയിരിക്കുകയാണ്. അതായത് ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിന്നിരുന്ന ജാതീയതയുടെ അടിസ്ഥാനത്തിലുള്ള പാർട്ടികൾ, കുടുംബാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പാർട്ടികൾ, ചില ഏകാധിപതികളുടെ നിഴലിനനുസരിച്ച് നീങ്ങുന്നതായ പാർട്ടികൾ, ഇതെല്ലാം തന്നെ ഛിന്ന ഭിന്നമാകുന്ന ഒരു കാഴ്ച 2014 ശേഷം നമ്മൾ ഓരോ സംസ്ഥാനത്തും കാണുകയാണ്. ഇപ്പോൾ നമ്മൾ നേരെ മഹാരാഷ്ട്രയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ NCPക്ക് ഈ ഒരു ഗതി വരുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചതല്ലല്ലോ. ശരത് പവാർ എന്ന് പറയുന്നത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അധികായനായിരുന്നു ശരത് പവാറിൻ്റെ പാർട്ടി രണ്ടായിട്ട് പിളർന്നു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ശിവസേന ഹിന്ദുത്വ രാഷ്ട്രീയമൊക്കെ മുന്നോട്ട് വയ്ക്കുന്നതാണെങ്കിൽ പോലും ബാലാസാഹിബ് താക്കറെ എന്ന ഒരു വലിയ നേതാവിൻ്റെ കാലഘട്ടത്തിന് ശേഷം ആ പ്രസ്ഥാനം രണ്ടായിട്ട് പിളർന്നു പോവുകയാണ്. ശിവസേനയ്ക്കകത്ത് ശിവസൈനികർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ടായി, അത് രണ്ടായി പോകുന്നു. രാജ് താക്കറയെ പോലെ ബാൽ താക്കറയുടെ അടുത്ത നിഴലായി മാറുമെന്ന് കരുതുന്ന ആൾ MNS ഉണ്ടാക്കി പോകുന്നു. നേരെ നമ്മൾ UPയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സമാജ്വാദി പാർട്ടിക്കകത്ത് സ്പ്ലിറ്റ് ഉണ്ടായി പോകുന്നുണ്ട്. ഇനി ദക്ഷിണ ഭാരതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താ പറയുക, മലയാള മാധ്യമങ്ങളൊക്കെ പറഞ്ഞ കിങ് അല്ല കിങ് മേക്കറാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ TRSൻ്റെ നേതാവ് ചന്ദ്രശേഖർ റാവുവിൻ്റെ പാർട്ടിയുടെ അവസ്ഥ എന്താണ്? മകൾ തന്നെ ഇപ്പോൾ പാർട്ടിയെ പിളർത്തിക്കൊണ്ട് പോകുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 2014 ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ കുടുംബാധിപത്യം, ജാതീയത, ഇതൊക്കെ അടിസ്ഥാനമാക്കി മാത്രം ജീവിച്ചു പോന്നിരുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഏതാണ്ട് അസ്തമിക്കുകയാണ്. അപ്പോൾ TMCയെ സംബന്ധിച്ചിടത്തോളം മമത എന്ന് പറഞ്ഞൊരു ഏകാധിപത്യം മുന്നോട്ട് വെച്ച് ഒരു വനിതാ ഹിറ്റ്ലർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു നേതാവിൻ്റെ അടിസ്ഥാനത്തിൽ പോയൊരു പാർട്ടി, അത് സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് അത് NCP പോയതുപോലെ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ AIADMKയ്ക്ക് പറ്റിയതുപോലെയൊക്കെ അത് ഏതാണ്ട് പിളർന്ന് പല കഷ്ണങ്ങളായി ഒരുപക്ഷെ TMCയുടെ ഒരു ഭാഗം BJPയുടെ നേതൃത്വത്തിലുള്ള NDAയിൽ വന്നാൽ പോലും അത്ഭുതമില്ല. ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്.